സ്തോത്രം 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 സ്നേഹത്തിലും ഫാമിലി ലൈവിൽ അടിക്കുന്ന കുടുംബമായി വരുവാൻ സുഹൃത്തുക്കൾ വലിയവനായ ദൈവം ഞങ്ങൾ സഹായിച്ച വൻകുറുപ്പക്കാർ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം പാലങ്ങളും കുറെല്ലാം കത്താവ് കണ്ണീരും കാനുവീച്ചതും പ്രാണങ്ങളും ആവത്താന്തങ്ങളോ ദുഃഖമുള്ള പാകച്ചേർന്ന് നല്ല മുടിയിട്ട് സന്തോഷം തുടർത്താവേ രാത്രിക്കാലം ആമേ അടിയങ്ങൾ കുടുംബമായ പാകത്തിൽ ഹാങ്ങിയ സുൽപ്പം ഹാങ്ങിയ ഉയർത്തുവാൻ നമുക്ക് നല്ല അവസരം നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 വിശുദ്ധനായ ദൈവമേ പിതാവേ അനുഗ്രഹമായ നല്ല രാത്രി ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം സംഭവമാകുന്ന പാലക്കാലം അടിയങ്ങളെ വിട്ട് കടന്നു പാലമാണ് കുറെല്ലാം കർത്താവിന്റെ കരത്തിലും കാവൽ സൂക്ഷിക്കൊണ്ടായി. കർത്താവെ എത്രയോ പ്രിയപ്പെട്ടു ലോകം മാത്രം അനേക രോഗികളായി. കർത്താവെ അല്ലെങ്കിൽ അനേക മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, അനേക കുഞ്ഞുങ്ങൾ നഷ്ടപ്പോ, അനേക ഭാര്യഭർത്താക്കൾ നഷ്ടപ്പെട്ടപ്പോൾ, അനേക പ്രിയപ്പെട്ട ഡൈവേഴ്സിന്റെ വക്കീൽ തകർന്നു പോയപ്പോൾ കർത്താവെ അതിന്റെ മധ്യെല്ലാം തകർന്നു പോകാതെ തകർക്കുന്നവരുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായി ഞങ്ങളെ വിടുവിച്ച് ഈ സന്ധ്യാസമയത്ത് കർത്താവിന് ഉയർത്തുവാൻ കർത്താവ് നൽകിയ എല്ലാ അവസരക്കാർ നമ്മളോട് സുഖിക്കുന്നു. രാത്രികാലം ലൈവ് കടന്നു എല്ലാ പ്രിയപ്പെട്ടവർക്ക് കത്തിലെടുത്ത് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെ പാടുവാനും ശക്തിയെ ബലപ്പെടുത്തുന്നേ നാട്ടിൽ പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ പാത്രത്തിലായി ഞാൻ ചെയ്തു വളരെ അനുഗ്രഹമാക്കി കർത്താവിടെ ആക്കണമെന്ന് പ്രാർത്ഥനായ സ്തോത്രം യേശു നാട്ടിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് സുഖിക്കാം. ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പാട്ട് ചേർന്നോളാം. ആമേൻ. അടുത്ത് നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. Thank you.
വചന ശുശ്രൂഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥന നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കാണ് നമ്മൾ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, അപ്പാ ഹല്ലേലൂയ. അപ്പാ നമ്മുടെ പാദത്തിലായിരിക്കുന്നത് അതിനെ ജീവിതം വളരെ സഹായസമാസം ഭൂമി അവിടെ പാതോടാകെ അങ്ങയുടെ പാദത്തിൽ അപ്പാ പിതാവിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നോക്കുക. അടിയേക്ക് നൽകിയ എല്ലാ അവസരം നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 4 മണിക്കൂറുകൊണ്ട് എത്ര സന്ധ്യമാണല്ലോ മാറ്റപ്പെട്ടപ്പോ അനേക രോഗികളായി സമാധാനമില്ല, സന്തോഷമില്ലാതെ ദുഃഖത്തിന് അവസ്ഥയിലായിരിക്കും. അപ്പൊ സന്തോഷത്തോടെ ആരോഗ്യ ബലത്തോടെ ആമേ രാത്രികാലം ക്രിസ്തു എന്ന തലയോടെ ആമേ കർത്താവിനെ ഉയർത്തുന്നവരായിട്ട് കർത്താവയോട് സഹായിച്ചു നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തൊഴിലേക്ക് ചെലവ് കാക്ഷിക്കുന്ന പോലെ എന്റെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവ ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. ആമേൻ. കർത്താവെ സഹായിക്കുക. വൻകൃപകൾക്കാർ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് ലൈവ് കർത്താവെ ആമേ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കാരും പ്രാർത്ഥിക്കുന്നു. വിദേശത്തും സ്വദേശത്തും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാത്ത ലൈവ് അവർ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിത്തീരും, വിടുതലായിത്തീരും. അങ്ങ് താവയെ സഹായി. രാത്രിക്കാലം ഒരു പാപിയെങ്കിലും എൻ്റെ കർത്താവിന് വേണ്ടി ജീവിപ്പം അങ്ങ് താവിടെയാക്കണമേ. ആമി പിൻഭാഗത്തേക്കാർ മടങ്ങി വരും. കർത്താവയോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അനേക രാജ്യങ്ങൾ, അനേക സ്റ്റേറ്റുകളെ ആമേ ഇതെത്തുവാൻ കർത്താവി വചനം കർത്താവെ ആമേ ഹല്ലേലൂയ. ഈ രാത്രിക്കാർ അനേക ഹല്ലേലൂയ പ്രിയപ്പെട്ട ഹൃദയങ്ങളെ ഹല്ലേലൂയ സ്പർശിക്കുന്ന വചനമായി തീരുവാൻ കർത്താവി രാത്രിക്കാരോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എന്റെ ദാസനടുത്ത് കരത്തിലേൽപ്പിക്കുന്നു. പുരുഷന് പറഞ്ഞു സംസാരിപ്പ് അധികാരപ്പെടുത്തുന്ന വചനത്തിന് ആഴുന്ന മർമ്മങ്ങൾ വെളിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ രാത്രികാലത്ത് വചന ശുശ്രൂഷ അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ. ഈ ലൈവിൽ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് അത് വിടുതലായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ. അനേക രോഗികൾക്ക് അത് ആശ്വാസമായി തീരുക കർത്താവ്. രോഗക്കടക്കം വിട്ട് എഴുന്നേൽപ്പാകുന്ന ആമേ ആ സത്യവചനം അവരുടെ ഹൃദയത്തിലോട്ട് ഈ രാത്രിക്കാലം അവിടെ ക്രിയ ചെയ്യുമാറാണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പച്ചൻ്റെ കാരോട് കൂടി പ്രവർത്തിക്കുന്ന നന്ദി. ആമേ ഹല്ലേലൂയ. ഞങ്ങൾ പാടുകളായി ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിലൂടെ ആക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ആ ക്രിസ്തു എന്ന തലയോളം വളരുക. അപ്പൊ ഞങ്ങൾ ഓരോരുത്തരോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞാനോ കുറയാണ് നീയോ എന്നെ വളരാൻ താഴ്മയോടെ വിനയത്തോടെ അപ്പൊ നമ്മുടെ പാടുകളായിരിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തർക്ക് ബലപ്പെടുത്തണമേ എന്നോട് പ്രാർത്ഥിക്കും. അതിനുള്ള അവസരം തിരുമേനി കൂടി സഹായിക്കണം. അവിടുന്ന് പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. വചന ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ക്ഷണിച്ചുകൊണ്ട് ദേശം ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവിന്റെ മഹത്വം 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 മഹത്വം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ കർത്താവിൻ്റെ വചനവുമായി ദൈവം സന്നിധിയിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൾ ഭാഗത്തെ ഓർത്ത് സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതകളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ ഓരോ ദിവസവും സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ അത്ഭുതകരമായ അതിശയകരമായി നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര നല്ലവനാ, നമ്മുടെ ദൈവം എത്ര വല്ലവനാ. ഓരോ ദിവസവും ആമേൻ ദൈവം തൻ്റെ മക്കളെ അവൻ്റെ ചിറകിൻ്റെ കീഴിൽ ആമേൻ ഭദ്രമായി പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്താൽ മൗനമായി ദൈവത്തിന് ഇരിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകലിലും അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം താങ്ങായി തണലായി അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇരുന്നവനും ഇരിക്കുന്നവനും അൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുകയാണ്. ആമേൻ. ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ആമേൻ അത് നേരിട്ടു. ആമേൻ. നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ ആമേൻ ചില ബുദ്ധിമുട്ടുകൾ ആമേൻ നേരിട്ടത് കൊണ്ട് ലൈവ് തുടങ്ങുവാനായിട്ട് ആമേൻ വൈകി. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി ആമേൻ എല്ലാം നന്നായി ചെയ്യുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് ഈ ലൈവിൽ സംബന്ധിപ്പാൻ നമ്മെ യോഗ്യതയുള്ളവരാക്കി പ്രാപ്തരാക്കി നിർത്തിയിരിക്കുന്ന സർവ്വ കൃപാലുവായ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ള ചിന്തയാണ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാനായി ചിന്തിപ്പാനായി നൽകിയിരിക്കുന്നത്. നിങ്ങൾ സുരക്ഷിതരാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലെ ഈ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായിട്ട് ആമേൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായി നമ്മളെല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ലീലാമ്മ ജോസ് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. അനുഗ്രഹപ്പെട്ട നല്ല സമയത്തിനായി സ്തുതിക്കുന്ന
Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Amen, 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 amen. Praise Jesus. Praise the Lord. Hallelujah. Thank you, Jesus. Hallelujah. 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 Praise Jesus. Amen. 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 Hallelujah. ഇന്ന് രാത്രിയിലെ വചനചിന്തയ്ക്ക് ആധാരമായി യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-29 വാക്യമാണ് സ്വർഗത്തിലെ വലുവനായ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത്. ആമേൻ. തുടർമാനമായി എല്ലാ രാത്രിയിലും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ, സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ദൈവവചന സന്ദേശവുമായി നിൽപ്പാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം ഒരുക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും ചില പാപികൾ ആമേൻ മനം തിരിയുവാൻ ഇടയാകത്തക്ക വിധത്തിൽ, രോഗികൾ സൗഖ്യമാകുവാൻ ഇടയാകത്തക്ക വിധത്തിൽ, ആമേൻ പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ, ആമേൻ അതെ അതിൻ്റെ ശക്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ എന്നോട് ചേർന്ന് ഇരു കരങ്ങളും അടിച്ച് അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാകാം. ഹല്ലേലൂയ. എവിടെയൊക്കെ ദൈവവചനം അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ ആമേൻ അതെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ, പ്രസംഗിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം അതിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗമായിരിക്കുന്ന ജനത്തെ അവർ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ബലം കൊണ്ടല്ല, ആമേൻ അതെ സാഹചര്യങ്ങളുടെ പുറത്ത്, ആമേൻ അവർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ തളരാതെ കണ്ട് നിൽക്കുന്നത്, അവർ വായിക്കുന്ന, അവർ കേൾക്കുന്ന, അവർ വിശ്വസിക്കുന്ന ദൈവവചനത്തിൻ്റെ ആമേൻ ശക്തിയാണ് ഹല്ലേലൂയ ഇന്ന് രാത്രിയിലും തളരാതെ കണ്ട് നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും അവരുടെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ പണം കൊണ്ടോ പദവി കൊണ്ടോ പരിഹാരം കാണാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി നീ കേൾക്കുന്ന വചനം നിന്റെ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ തക്കവണ്ണം ശക്തിയുള്ളതാ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയുമായി അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി വചനം കേട്ട് വിമർശിക്കുന്നവരെ അല്ല, വചനം കേട്ട് അഭിപ്രായം പറയുന്നവരെ അല്ല, വചനം കേട്ട് വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം അതേ മുഖം തകരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം നിന്നെ അതേ കുമ്പിട്ട് അതേ തല ഉയർത്താതെ നിന്റെ മേൽ അതേ ഭാരം വെച്ച് നിന്നെ ആമേൻ തളർത്തുവാൻ അതേ പ്രബലപ്പെടുന്ന പൈശാചിക ശക്തിയുടെ മുമ്പിൽ ശക്തിയോടെ നിന്നെ നിൽക്കുവാൻ ആമേൻ പ്രാപ്തിയുള്ളതാക്കി മാറ്റുന്നതാ. അതുകൊണ്ട് ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ വചന ശുശ്രൂഷയുടെ മുമ്പിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. അതേ വചനം അതേ ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ, അതേ തലമുറകൾ വിടുവിക്കപ്പെടുവാൻ, അതേ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28-29 വാക്യങ്ങൾ വായിക്കാം. ആരും അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. എന്റെ
എല്ലാവരിലും വലിയവൻ പിതാവിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല. മതി. ഹല്ലേലൂയ. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെക്കുറിച്ചാണ് പറയുന്നത്. ആമേൻ. അതെ, നീ ഒരു നാളും നശിച്ചു പോകുകയില്ല. കാരണം ആമേൻ, എൻ്റെ കയ്യിലാണ് നീ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവർക്ക് നിത്യജീവൻ നൽകുന്നു. ആമേൻ. അല്പായുസ്സല്ല. ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഒരമ്മയുടെ ഗർഭപാത്രത്തിനകത്തൊരു കുഞ്ഞ് ആമേൻ ഒരു നിശ്ചിത പീരീഡിൽ ആയിരിക്കുന്നത് പോലെ ഈ ഭൂമിയുടെ ആമേൻ പരപ്പിൽ നാം ആയിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് നാം പോകേണ്ടവരാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. ഇന്ന് രാത്രി ആ സത്യം, ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ദൈവ പൈതലായി പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന ഒരു കുഞ്ഞ് ആമേൻ തിടുക്കത്തോടെ പുറത്തേക്ക് വരുവാൻ, ഇന്ന് വരെ കാണാത്തൊരു ലോകം കണ്ട് സന്തോഷിക്കുവാൻ ഇടയാകുന്നത് പോലെ, ആ കുഞ്ഞിന്റെ മുഖം കണ്ട് സന്തോഷിക്കുവാൻ ഇടയാകുന്നത് പോലെ, പ്രാണപ്രിയന്റെ വരവിങ്കൽ സഭയുടെ നെടുക്കപ്പെട്ട് ആ പ്രാണപ്രിയന്റെ മുഖവും തന്റെ അനുഗമിക്കുന്ന തന്റെ മക്കളും ഒന്നിച്ച് സമ്മേളിക്കുന്ന ആ സന്തോഷത്തിന്റെ സുദിനത്തിലേക്ക് സഭ എടുത്തുകൊള്ളുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി ആമേൻ അത് തിരിച്ചറിഞ്ഞ് സന്തോഷിപ്പാൻ തക്കവണ്ണം പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കളിൽ കരമടിച്ചൊരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആ പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ആമേൻ ഇവിടെ ആമേൻ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തിക്കകത്ത് തകർന്നു പോകുമോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്നെ നോക്കി സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ഞാൻ അവർക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിക്കുകയില്ല. ആരോ പറഞ്ഞു നീ നശിക്കും, നീ ഇനി രക്ഷപ്പെടത്തില്ല, നിന്റെ കുടുംബം തകർന്നു പോയി, അതെ നിന്റെ ജീവിത പങ്കാളിയെ നീ ഇനി തിരിഞ്ഞു നോക്കണ്ട, നേരെ ആകത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ലോകം അങ്ങനെ പറയുമ്പോൾ, അതേ ദൈവത്തിന്റെ പൈതലേ, നിന്നെ നോക്കി സ്വർഗം പറയുന്നു, അവ ഒരിക്കലും നശിക്കുകയില്ല, ആരും അവൻ എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യില്ല, പറിച്ചെടുക്കുകയുമില്ല. എനിക്ക് തന്നിട്ടുള്ള എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവനാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ, അതെ ഞാനും നീയും ആരാധിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവൻ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറയുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നീ തകർന്നു പോകുവാൻ പാതാളത്തിൽ നിന്ന് ഉയരുന്ന ഒരു ഗോപുരങ്ങൾക്കും നിന്നെ വിട്ടുകൊടുക്കാതെ തമ്പുരാന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ കൃപ ലഭിച്ച ദൈവജനമേ, സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് നിത്യജീവൻ? അതേ വിശ്വാസികളുടെ ഇപ്പോഴത്തെ അവസ്ഥയും അനുഭവവും ഹല്ലേലൂയ സ്വർഗം കണ്ടുകൊണ്ട് ഇന്ന് രാത്രി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് തകർന്നു പോകുമോ എന്ന് ചിന്തിച്ച് ഒതുങ്ങിപ്പോകത്തക്ക വിധത്തിൽ പിശാച് നാലുപാടും പ്രബലപ്പെട്ട് ആരെയും വിഴുങ്ങേണ്ടെന്ന് അലറുന്ന സിംഹം എന്ന പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ അത് നീ ഭയപ്പെടേണ്ടെന്ന്, നീ അവന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുകയാ. അവൻ ആർക്കും നിന്നെ വിട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതെ, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. യോഹന്നാൻ 3:36. അതുകൊണ്ട് ഇന്ന് രാത്രി പുത്രന് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായിക്കോ. പുത്രന് വിശ്വസിക്കുന്ന നീ തകർന്നു പോകുവാൻ ദൈവം എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. ആമേൻ. തകർക്കുന്നവൻ അതെ നിന്നെ വിടാതെ കണ്ട് പിന്തുടർന്നേക്കാം, നിന്റെ തലമുറയെ പിന്തുടർന്നേക്കാം, നിന്റെ ജീവിത പങ്കാളിയെ പിന്തുടർന്നേക്കാം. എന്നാൽ നീ ആശ്രയിക്കുന്ന കർത്താവ് പറയുന്നു, ഇല്ല, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ആമേൻ, ഞാൻ അനുവദിക്കത്തില്ല. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവർ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെ നിത്യജീവൻ സമ്പാദിക്കുന്നില്ല, പ്രത്യുത നിത്യജീവൻ ഉള്ളത് കൊണ്ട് അവർ യേശുവിനെ അനുഗമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു നാളും നശിച്ചു പോകുകയില്ലെന്ന് ഇന്ന് രാത്രി സ്വർഗം നിന്നോട് പറയാ. ഒരു നാളും എന്ത് ചെയ്യത്തില്ല, നശിച്ചു പോകത്തില്ല. അവൻ ആടുകൾ സുരക്ഷിതരും സംരക്ഷിക്കപ്പെടുന്നവരുമാണ്. കാരണം അവരുടെ രക്ഷ നിത്യമായതാണ് എന്ന് ക്രിസ്തു ആമേൻ അതെ തന്റെ ജനത്തോട് അത് വ്യക്തമാക്കുകയാ. ഹല്ലേലൂയ. 6-ാം അധ്യായം 39-40 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ എനിക്ക് തന്നതിൽ ഒന്നും കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ
പൈതലെ, പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ ആമേൻ അതെ പരമപ്രധാനമായ ലക്ഷ്യം ഹല്ലേലൂയ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒന്നും നഷ്ടപ്പെട്ടു പോകുവാൻ പിതാവ് ഇഷ്ടപ്പെടുന്നില്ലെന്ന്. അങ്ങനെയെങ്കിൽ നിനക്ക് വേണ്ടി കാൽവറിയിൽ രക്തം ഒഴുക്കി നിന്നെ വിലയ്ക്ക് വാങ്ങി ഒരു ദൈവ പൈതലാക്കി നിത്യജീവൻ അവകാശിയാക്കി മാറ്റിയ നിന്നെ ഈ ലോകത്ത് ഒരു ശക്തിക്കും വിട്ടുകൊടുക്കാതെ നിന്നെ അവിടെ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം പിതാവ് തന്റെ പുത്രനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞ് അവന്റെ വചനം കേട്ട് അവനെ അനുഗമിക്കുന്നുവെങ്കിൽ അവന്റെ ദൂതന്മാരെ നിന്നേക്ക് വേണ്ടി പ്രൊട്ടക്ഷനായി അയച്ച് നിന്റെ കാലിൽ കല്ലിൽ തട്ടാതെ പ്രാണനെ മരണത്തിൽ നിന്നോ കണ്ണിനെ കണ്ണുനീരിൽ നിന്നോ നിന്നെ വിടുവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അവൻ എനിക്ക് തന്നതിൽ ഒന്നും കളയാതെ. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം ആദർശിച്ചിട്ടാ നീ പുത്രനിലൂടെ ഒരു ദൈവ പൈതലായി തീർന്നിരിക്കുന്നതെങ്കിൽ അവൻ നീ തകർന്നു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. മരണമെന്ന പ്രതിഭാസത്തിലൂടെ ഇവിടെ നിന്നൊരു മനുഷ്യൻ അതെ മാറിപ്പോയി വിശ്രമിച്ചാലും ആമേൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. ആ മരണമെന്ന് പറയുന്നത് നിന്റെ നാശമല്ല. ആമേൻ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് പോലെ ആമേൻ ഈ ലോകത്തിൽ നിന്ന് ആമേൻ അതെ അടുത്ത ആമേൻ ഒരു സ്ഥലത്തേക്ക് മാറുന്നുവെന്ന് മാത്രം കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനം ഉണ്ടാകണമെന്ന്. ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അവൻ ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അനവധി നിരവധി വേദഭാഗങ്ങൾ ആമേൻ അതേ തിരുവചനത്തിൽ പ്രത്യാശയോടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം 9, 10, 8-ാം അധ്യായം 30, 39, ഫിലിപ്പിയ ലേഖനം 1:6, എബ്രായർ 7:25 ഇവിടെയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ പ്രത്യാശകരമായ വചനങ്ങൾ കാണുവാൻ കഴിയും. എന്നാൽ 1 പത്രോസ് 1:3-5 വായിക്കുമ്പോൾ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് സ്തോത്രം ചെയ്യുന്നത്? അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന അതേ രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി അതേ സ്വർഗത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? സൂക്ഷിച്ചിരിക്കുന്നതും അതേ ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കഷ്ടമുള്ള, ഈ വേദനയുള്ള, ഈ പ്രതികൂലമുള്ള, ഈ പ്രതിസന്ധിയുള്ള, ഈ സാത്താൻ അഴിഞ്ഞാടുന്ന ആമേൻ അതേ ലോകം ആമേൻ അതേ വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആമേൻ തന്നിൽ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാരെ നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ലോകത്തിൽ ആമേൻ അറിയപ്പെടത്തക്ക വിധത്തിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങളെ പ്രഘോഷിച്ച് ആയിരങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി അത് വേർതിരിച്ച് അത് ദൈവമേൽപ്പിച്ച ശുശ്രൂഷ ആമേൻ തികച്ച് അത് ഈ കഷ്ടമുള്ള ലോകത്ത് നിന്ന് വിശ്രമിക്കുവാനായി പോയിക്കൊണ്ടിരിക്കുകയാ. അവരും ആമേൻ നാമും ഒരുമിച്ച് കർത്താവിനെ മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാ. ആമേൻ. ഈ വേദശാസ്ത്ര നിഗമനത്തിൽ ഇതിനെ വിശുദ്ധന്മാരുടെ സുരക്ഷിതത്വം അഥവാ സംരക്ഷണം എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലെ ആമേൻ ഇവിടെ നിന്ന് ക്രിസ്തുവിൽ ആമേൻ വിശ്വസിച്ച് മരണപ്പെടുന്ന ഒരു ഭക്തൻ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റപ്പെടുകയാ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. 27, 28 വാക്യങ്ങളിൽ അതേ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്നെ അനുഗമിക്കുന്നെങ്കിൽ ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കും, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ക്രിസ്തുവിന്റെ വാക്കുകളിൽ എങ്കിൽ എന്ന ഒരു ഉപാധി ഇല്ല. ആടുകളുടെ സുരക്ഷിതത്വം അതേ വ്യവസ്ഥകളുടെയും ഉപാധികളുടെയും അടിസ്ഥാനത്തിലല്ല. പ്രൈസ് ദി ലോർഡ്. ആടുകളുടെ സുരക്ഷ അവന്റെ ഇടയന്റെ ആടുകൾ ആയിരിക്കുന്നതിന് ഉപരി മറ്റൊരു വ്യവസ്ഥയുടെയും അടിസ്ഥാനത്തിലല്ല. ഇടയന്റെ ശബ്ദം കേൾക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുക എന്നത്
ആടുകളുടെ ഉത്തമ ലക്ഷണമാണ്. Praise the Lord. നല്ല ഇടയന്റെ സംരക്ഷണത്തിലായതുകൊണ്ട് തന്നെ യഥാർത്ഥ ആടുകൾ സുരക്ഷിതരാണ്. ഇന്ന് രാത്രി ആ സുരക്ഷിതത്വം അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആടുകളുടെ നിത്യരക്ഷ ആടുകൾ എന്തു ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, ഇടയൻ എന്തു ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് വിശ്വാസികൾക്ക് സ്വന്തം വിശ്വാസം ഇല്ലാതാക്കുവാനും എന്നേക്കുമായി ക്രിസ്തുവിനെ ഉപേക്ഷിക്കുവാനും സാധിക്കുമോ? ഹല്ലേലൂയ. എങ്കിൽ അവർ നശിക്കുവാൻ തക്കവണ്ണം ഇടയാകും. എന്നാൽ അവർ ഒരിക്കലും നശിക്കുകയില്ല എന്ന് ക്രിസ്തു പറയുന്നു. ആരംഭത്തിൽ അവർക്ക് വിശ്വാസം നൽകിയ ദൈവം ഹല്ലേലൂയ അവരെ വിശ്വാസത്തിൽ അന്ത്യം വരെ നിലനിർത്തും. ഹല്ലേലൂയ. അതെ, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ശാശ്വത നിയമം ചെയ്യും. അവരെന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവം പറയുകയാണ്, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതുപോലൊരു ദൈവത്തെ നമുക്ക് ഭൂമിയുടെ പരപ്പിൽ കാണുവാൻ കഴിയുമോ? യുഗത്തിൽ അതെ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വന്ന ദൈവപുത്രനായി ക്രിസ്തുവിലൂടെ അല്ലാതെ ഈ ദൈവത്തെ ആർക്കും അനുഗമിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ചില സന്ദർഭങ്ങളിൽ ആടുകൾ അലഞ്ഞു തിരിഞ്ഞ് അകലങ്ങളിലേക്ക് പോകും. ഹല്ലേലൂയ. ഒരെണ്ണം ആവിധം പോകുന്നെങ്കിൽ അതെന്നേക്കുമായി നശിക്കുമോ? ആമേൻ. ഒന്ന് ആവിധം പോകുന്നുവെങ്കിൽ ആമേൻ കർത്താവ് പറയുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് ആടുകൾ അത് വിട്ടുപോകാതിരിക്കുന്നതിന് ശക്തിയേറിയ കരങ്ങൾ എന്താണ് ആവശ്യമാണ്. ഹല്ലേലൂയ. രക്ഷിപ്പാൻ കഴിയാതെ കണ്ട് അവൻ്റെ കരം എന്ത് ചെയ്തിട്ടില്ല? കുറുകി പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ കണ്ട് അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. അതെ, 99 വിട്ടിട്ട് ആ കുറുങ്ങാട്ടിൽ അരുങ്ങിക്കിടക്കുന്ന ആ കരയുന്ന ആടിനെ തേടിപ്പോയ കരുണാമയനായ കർത്താവ് ഇന്ന് രാത്രി നീ കരയുന്നത് കേട്ട്, നീ കുടുങ്ങിക്കിടക്കുന്നത് കണ്ട്, ശത്രു നിന്നെ തകർക്കുന്നതിന് മുമ്പ് അതെ കൂടെ ഉള്ളതിനെ വിട്ട് നിന്നെ തേടി വരുന്ന നല്ല ഇടയന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ഹല്ലേലൂയ. ദുഷ്ടന്മാർക്കോ സാത്താനോ ക്രിസ്തുവിന്റെ കൈകളിൽ നിന്ന് ആടുകളെ മോഷ്ടിക്കുവാൻ സാധ്യമല്ല. ക്രിസ്തു നല്ല ഇടയനാകുന്നു. ആടുകളെ രക്ഷിക്കുവാനുള്ള ആഗ്രഹവും അതിനുള്ള കഴിവും ഒരു ഇടയനുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതേ, സമ്പൂർണമായും ക്രിസ്തുവിന് ഇത് സാധിക്കുന്നു. ക്രിസ്തുവിന്റെ ജനം ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ആ സ്നേഹ സമ്മാനമാകുന്നു എന്ന് തിരുവചനം നമ്മെ വ്യക്തമാക്കുന്നു. ആമേൻ. യോഹന്നാൻ 6:37 പിതാവ് എനിക്ക് തരുന്നത് ൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ലോകത്തിൽ ആര് തള്ളിക്കളഞ്ഞാലും അത് കഷ്ടതയുടെ നടുവിലും ചേർത്ത് നിർത്തി നിത്യതയുടെ തുറമുഖത്ത് നിന്നെ എത്തിക്കാമെന്ന് വാക്കു പറഞ്ഞവൻ നിന്നെ തള്ളിക്കളയുന്നവനല്ല. അതെ, നിന്റെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിച്ചുകൊണ്ടാ അതെ നിന്റെ ക്രമക്കേടിനെ അത് തിരുത്തി നിത്യതയുടെ തുറമുഖത്തേക്ക് നിന്നെ കൈപിടിച്ച് നടത്തുന്ന ആ സ്നേഹനിധിയായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവവൈദ്യൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അതെ, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നിയമം വെളിപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അതെ, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ ശക്തി അനന്തമാണ്, അതിശയകരമാണ്, അതുല്യമാണ്. ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ, നിത്യജീവൻ നശിക്കുന്ന ജീവിതമല്ലെന്നറിയാൻ നാം പ്രാരംഭത്തിൽ വായിച്ച തിരുവചനം അതേ വളരെ ആത്മാവ് നമ്മെ അതേ ആവേശത്തോടുകൂടെ ബോധ്യപ്പെടുത്തുകയാ. രക്ഷിക്കാനായി യേശുവിലേക്ക് ഓടാൻ ഇതാരെങ്കിലും ഇന്ന് രാത്രി പ്രേരിപ്പിക്കുന്നെങ്കിൽ അത് ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ ഓടിച്ചെന്ന് ആ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടതുപോലെ യേശുവിനെ കുറിച്ച് കേട്ട പൊക്കം കുറഞ്ഞ സക്കായി ആമേൻ ആ വൃക്ഷത്തിന്റെ മുകളിൽ കയറിയെങ്കിലും യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചതുപോലെ ഈ കഷ്ടമുള്ള, ഈ വേദനയുള്ള, ഈ പ്രതികൂലമുള്ള, ഈ പ്രതിസന്ധിയുള്ള ഈ ലോകത്ത് നിത്യസമാധാനം നൽകുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുവാണ്.
ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഏറ്റവും സുരക്ഷിതമായ സ്ഥലം യേശു ക്രിസ്തുവിലാണ്. നീ ഒരു രോഗിയാണോ? നിന്നെ സൗഖ്യമാക്കുന്ന സൗഖ്യദായകൻ യേശുവാണ്. അവന്റെ അടിപ്പുണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. അതേ 12 സംവത്സര രക്തം വാർന്നൊഴുകിയ സ്ത്രീ അവൾക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് അതേ വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് സ്വസ്ഥമായി ആയിരിക്കാൻ കഴിയാതെ അവൾ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ രോഗബാധയ്ക്കകത്ത് നിന്ന് പൂർണ്ണമായി വിടുതൽ ലഭിച്ചത് യേശുവിലേക്ക് ഓടിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ അവന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുക്കുവാൻ യാതൊന്നിനും കഴിയില്ലെന്ന് ഹല്ലേലൂയ യേശു പറയുകയുണ്ടായി. ആമേൻ. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഹല്ലേലൂയ. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവനാ. ഈ ലോകത്തിൽ എത്ര മഹാന്മാരുണ്ടോ, എത്ര അംബാനിമാരുണ്ടോ, എത്ര പ്രഭുക്കന്മാരുണ്ടോ, എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ടോ, അതിലൊക്കെ വലിയവൻ ഹല്ലേലൂയ പിതാവാണെന്ന് തന്റെ പുത്രൻ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല. അതേ സഹോദരി, തിരിഞ്ഞു നോക്കിക്കേ. ആ വലിയ അനർത്ഥത്തിനകത്ത് നിന്ന്, ആ വലിയ പ്രതികൂലത്തിനകത്ത് നിന്ന്, ആ വലിയ ആമേൻ ഈശാന മൂലമാകുന്ന കാറ്റുകൾ പോലെ മാറി മാറി നിന്റെ ജീവിതത്തിന് നേരെ ഉയർന്നു പൊങ്ങിയ പ്രതികൂലത്തിനകത്ത് നിന്ന് ലോകത്തിൽ ആർക്കും നിന്നെ വിടുവിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ കരുണാമയന്റെ കണ്ണ് നിന്നെ കണ്ട് ഇന്ന് രാത്രിയിൽ ജീവനോടെ ഇരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ വലിയതെന്ന് രുചിച്ചറിഞ്ഞ ദൈവമക്കൾ മൗനമായിരിക്കാതെ അതരങ്ങളെ തുറന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിന്റെ ആടുകളെ സർവശക്തിയുള്ള 2 കൈകൾ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇവരുടെ ഇരട്ട സുരക്ഷിതത്വമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആമേൻ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഭൂമിയിലുള്ളത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഉയരത്തിലെ കരം നിനക്ക് അനുകൂലമായി ചലിക്കത്തില്ല. നീ ഉയരത്തിലുള്ളത് ചിന്തിക്കാമെങ്കിൽ ഉയരത്തിലെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങും. വിശ്വാസികളുടെ ജീവൻ ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്നു. അത് അവിടെ നിന്നും ആർക്കും നിർക്കുവാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരിലും വലിയവനായവൻ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സമാധാനം എന്ന് പറയുന്ന ഒന്ന് ഈ ലോകത്തിൽ എവിടെ പോയാലും ലഭിക്കുമെന്ന് ചിന്തിക്കേണ്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ സന്നിധിയാണ്. പ്രൈസ് ദി ലോർഡ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നുവെന്ന്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിലും കലങ്ങിപ്പോകത്തക്ക വിധത്തിൽ, ഭ്രമിച്ചു പോകത്തക്ക വിധത്തിൽ വിവിധ വിഷയങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന ദൈവപുത്രനായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലിനോടായി ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നുവെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ സമാധാനം അതേ അനുഭവിപ്പാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. ഹല്ലേലൂയ. എവിടെ സമാധാനം ലഭിക്കുമെന്ന് ഇവിടെ വിവരിക്കുന്നു. യേശു പറഞ്ഞു, എന്നിൽ മറ്റൊരിടത്തിൽ നിന്നും സ്ഥിരമായി ലഭിക്കത്തില്ല സമാധാനം, എന്നിൽ നിന്ന് മാത്രമേ ഈ സമാധാനം ലഭിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ 14-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ആമേൻ. ദിവ്യമായ സമാധാനം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ സമാധാനത്തിന് വേണ്ടിയുള്ള സത്യസന്ധമായ വഴി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ കഷ്ടം, ആമേൻ, ശിഷ്യത്വം, അതായത് ജീവിതം ഈ ലോകത്തിൽ, ശിഷ്യത്വ ജീവിതം ഈ ലോകത്തിന്റെ സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും അതേ പാതയിലല്ല. ആമേൻ. കഷ്ടതകളും പ്രതിസന്ധികളും ഇല്ലാത്ത ഒരു ജീവിതം ക്രിസ്തു വാഗ്ദാനം ചെയ്തിട്ടില്ല. ആമേൻ. പീഡനവും മരണവും ാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന മുന്നറിയിപ്പാണ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം
18, 19, 20, 21 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാ. ഈ ലോകത്തെ സ്നേഹിക്കുന്ന ആളുകൾ ആരാധിക്കുന്ന നിന്നെ പകയ്ക്കും, പ്രാർത്ഥിക്കുന്ന നിന്നെ പകയ്ക്കും, സത്യവേദ പുസ്തകം അനുസരിച്ച് ജീവിക്കുന്ന നിന്നെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കോർപ്പിൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. എങ്കിലും എന്നെ അയച്ചവനെ അറിയായതുകൊണ്ട് എൻ്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. ഇന്ന് രാത്രിയിലും അതേ കർത്താവിൻ്റെ വചന നിമിത്തം, ആമേൻ, അതേ കർത്താവിൻ്റെ വേല നിമിത്തം, കർത്താവിൻ്റെ നാമനിമിത്തം ആരെങ്കിലും നിങ്ങളെ പകയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോടായി ദൈവ ആത്മാവ് ഇടപെടുകയാ. എങ്കിലും എന്നെ അയച്ചവൻ അവർ അറിയായതുകൊണ്ട്. എന്തുകൊണ്ടാണ് പകയ്ക്കുന്നത്? ആമേൻ, നിന്നെ രക്ഷിക്കുന്ന, നിന്നെ വീണ്ടെടുക്കുന്ന, നിന്നെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന ദൈവ സ്നേഹത്തെക്കുറിച്ച്, ആ ദൈവത്തെക്കുറിച്ച് അവർ അറിയായതുകൊണ്ട് ആമേൻ, അവർ നിങ്ങളെയും എൻ്റെ നാമനിമിത്തം എന്ത് ചെയ്യും? അതേ പഴിക്കും, ദുഷിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. ആമേൻ, നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ടോ? നിന്നെ ആമേൻ സഭയ്ക്കകത്തു നിന്ന് പുറത്താക്കുന്നുണ്ടോ? നിന്നെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ടോ? അതേ വചനത്തിന്റെ നിവൃത്തിയാ. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അപ്പൊ ദൈവനാമ നിമിത്തം ചിലരെ കൊല്ലാൻ വേണ്ടി ചിലർ തയ്യാറാകുമ്പോ അവര് വിചാരിക്കുന്നത് ആമേൻ അവരുടെ ദൈവത്തിന് എന്ത് ചെയ്യാ? വഴിപാട് ആമേൻ കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായതുകൊണ്ട് ഇങ്ങനെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കൊണ്ടത്രേ. പ്രൈസ് ദി ലോർഡ്. അവനെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരെ ഉറപ്പിക്കുവാൻ ആത്മാവിനാൽ അതേ ഇറങ്ങി വന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ വചനം ഇന്ന് രാത്രി ആമേൻ പ്രിയപ്പെട്ടവരെ, കഷ്ടതയിലൂടെ, വേദനയിലൂടെ, പ്രതികൂലത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നിന്നെ ഉറപ്പിക്കുവാൻ അത്രേ ഇന്ന് രാത്രി സ്വർഗം ഈ വചനം വെളിപ്പെടുത്തിയിരിക്കുന്നത്. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അവന്റെ വിശ്വസ്തരായ സേവകർ ആ മാർഗത്തിലൂടെ യാത്ര ചെയ്ത് യേശു പറഞ്ഞതുപോലെ സത്യ സുവിശേഷം പ്രസ്താവിക്കണമെന്നും ഇത് ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കണമെന്നും അവർ മഹിമ കണ്ട സാക്ഷികളാകണമെന്നും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതേ പ്രവർത്തികളുടെ പുസ്തകം 14:22 വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാത്തക്ക വിധത്തിൽ വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാൻ യോശുവയോട് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി പ്രവർത്തികളുടെ പുസ്തകം 14:22 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ രാത്രി ഈ ലൈവിൽ സന്ദേശം ശ്രവിക്കുന്നവരോടായി പറയുന്നു, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അവൻ തന്നെ സംഭവിച്ചുവെന്ന് നിങ്ങൾ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ധൈര്യപ്പെടുവിൻ. യേശു ആമേൻ അത് ശിഷ്യന്മാരെ പ്രോത്സാഹിപ്പിച്ചതുപോലെ വിശ്വാസമുള്ളവരും ഭയരഹിതവുമായി അവരെ തീർക്കേണ്ടതിന് 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിസന്ധികളുടെ മധ്യേ അത് സമാധാനമുണ്ടെന്നും ആത്യന്തിക വിജയം ക്രിസ്തുവിനുള്ളത് അത് ക്രിസ്തുവിൽ അവർക്ക് ലഭിക്കുമെന്നും അവർ അറിഞ്ഞ് ലോകത്തിലെ കഷ്ടതകൾ നിത്യമഹത്വത്തിന് വഴി മാറിക്കൊടുക്കുമെന്നും നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യതനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നുവെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന തന്റെ ആടുകൾക്ക് വേണ്ടി ജീവന് വെച്ചുകൊടുത്തവന്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി നൊടി നേരത്തേക്കുള്ള അതേ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗനം ഞങ്ങൾക്ക് കെട്ടുവാൻ ഹേതുവാക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ദൈവമക്കൾ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്ത
ഹല്ലേലൂയ. ആമേൻ. ഈ ലോകം തൊട്ടടുത്ത ദിവസം അവൻ ശിക്ഷാവിധിക്ക് വിധേയനായി ക്രൂശിക്കപ്പെടുമെന്ന് ആമേൻ ഹല്ലേലൂയ അറിഞ്ഞിരുന്നു. എന്നിട്ടും ഈ വിധത്തിലുള്ള ഒരു പ്രസ്താവന അവൻ നടത്തുന്നു. താൻ സ്വർഗത്തിൽ നിന്ന് വന്നവനെന്നും തിരികെ സ്വർഗത്തിലേക്ക് പോകുന്നവനെന്നും അറിയുന്ന ഒരുവന്റെ പ്രസ്താവനയാണിത്. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. അതെ, ഈ ലോകത്തെ ജയിച്ചവനാ ഞാൻ. അതെ, കഷ്ടമില്ലാത്ത നാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഞാൻ ഈ കഷ്ടതയ്ക്കകത്തെരിഞ്ഞ് ഒതുങ്ങിത്തീരുവാൻ ദൈവം അനുവദിച്ചില്ല. ഇവിടെ നിന്ന് മഹത്വത്തിലേക്ക് എന്നെ ഉയർത്തിയവൻ നിങ്ങളെയും ഉയർത്തുവാൻ തക്കവണ്ണം ഇടയാകും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ടിരുത്തുവാൻ ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞ അരുമനാഥന്റെ വാക്ക് വിശ്വസിച്ച് ഇന്ന് രാത്രിയിലും പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവവൈതലേ, ഒരു നാളും അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, അനാഥനായി വിടുകയില്ല. ആരും അവന്റെ കയ്യിൽ നിന്നും നിന്നെ പിടിച്ചു പറിക്കത്തില്ല. അത്രമാത്രം സംരക്ഷണത, അത്രമാത്രം സുരക്ഷിതത്വമാ ഒരു ദൈവവൈതലിന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അവന്റെ മരണം ഒരു പരാജയമല്ല, മറിച്ച് അന്ധകാര ലോകത്തിന്മേലും ദുഷ്ടതയുടെ മേലുമുള്ള അവന്റെ വിജയത്തിന്റെ അടിസ്ഥാനമായിരുന്നു. ആ കർത്താവിനെ അത്രേ ഇന്ന് രാത്രി നാം വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം സുരക്ഷിതരാണ്. നിങ്ങൾക്ക് ആമേൻ ഹല്ലേലൂയ ഇന്ന് രാത്രി അത് സന്തോഷിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ പിതാവായ ദൈവം ഒരു സംരക്ഷണ വാഗ്ദാനം ചെയ്യുന്നു. അതിനാൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അതേ പരിവർത്തിക്കുന്ന ആത്മാവ് അതേ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ നിന്റെ ഉള്ളത്തിൽ പരിവർത്തിച്ച് നിന്റെ ഉള്ളത്തെ കലക്കുന്ന, നിന്നെ ഭ്രമിപ്പിക്കുന്ന സകല പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് നിത്യതയുടെ തുറമുഖത്ത് നിന്നെ എത്തിക്കുവാൻ ശക്തരായവന്റെ സാന്നിധ്യം വിശ്വസിക്കുന്നവരുടെ അകത്ത് ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൈലുകൾക്കപ്പുറത്തായിരിക്കുന്ന നിന്റെ മേൽ ഉയരത്തിൽ അഭിഷേകം ചലിക്കുകയാ. അത് അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് അവന്റെ ശിഷ്യന്മാർ ഇപ്പോൾ നീ സദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു. ഹല്ലേലൂയ. അതെ, ഇന്ന് രാത്രി അതെ സദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ശിഷ്യന്മാരെ പോലെ ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ഉള്ളറകളിലെ വേദനകളെ മനസ്സിലാക്കി ഇറങ്ങി വന്ന് ഇടപെടാൻ പോകുകയാണ്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാ, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് എന്ത് ചെയ്യുന്നു? അഭയം പ്രാപിക്കുന്നു. അതേ, നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. എന്റെ ദൈവം, എന്റെ കോട്ടയും എന്റെ ഗോപുരവും എന്റെ രക്ഷകനും എന്റെ പരിചയവും ഞാൻ ശരണമാക്കിയവനും എന്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവാ ഭക്തൻ എന്തുണ്ട്? ദൃഢധൈര്യമുണ്ട്. അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ഒരു യഹോവാ ഭക്തനായി ജീവിക്കുവാൻ ഇടയായി തീരുന്നുവെങ്കിൽ നിന്റെ മക്കൾക്ക് ശരണമുണ്ടാകുമെന്ന് വചനം പറയുമ്പോൾ അതേ മക്കളുടെ അതേ സമാധാനം കാണുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ. എന്റെ ദൈവം, എന്റെ കോട്ടയും എന്റെ ഗോപുരവും എന്റെ രക്ഷകനും എന്റെ പരിചയവും ഞാൻ ശരണമാക്കിയവനും. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് ഭക്തൻ പറയുകയാണ്, അതേ യഹോവാ ഭക്തൻ എന്തുണ്ട്? ദൃഢധൈര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ഹല്ലേലൂയ. എന്നാൽ മാനുഷിക ഭയം ഒരു കെണിയാകുന്നു. ഇന്ന് രാത്രി അത് മാനുഷികമായ ഭയം നിനക്കുണ്ടെങ്കിൽ അതൊരു കെണിയാകട്ടോ. യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. ഇന്ന് രാത്രി മാനുഷിക കെണി അതേ നിനക്ക് വരാതിരിക്കുവാൻ യഹോവയിൽ നീ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. യഹോവയിൽ ആശ്രയിക്കുന്നവൻ എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. കാരണം യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയവും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. അതെ, ക്രിസ്തുവാകുന്ന പാറമേൽ നിന്നെ നിർത്തി നിന്റെ വായിൽ പുതിയ പാട്ടുകൾ തന്ന് ദൈവത്തിന് സ്തുതി കരറ്റുവാൻ. ഇന്ന് രാത്രി അപ്രകാരം ആ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന നിന്നെ ക്രിസ്തുവാകുന്ന പാറമേൽ ഉയർത്തി നിർത്തിയിരിക്കുന്നെങ്കിൽ അതരങ്ങളെ തുറന്ന ദൈവത്തെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ.
ഭക്തൻ പറയുക, നീ എനിക്ക് മറുവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അതേ മറവിടമാകുന്ന, അതേ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കുന്ന, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് അതേ നിന്നെ ചുറ്റിക്കൊള്ളുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ തിമോഥെയോസിനോട് പറഞ്ഞു, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സകല ദുഷ്പ്രവൃത്തിക്കാരുടെ ഇടയിലും നീ തകർന്നു പോകാതെ അതിനകത്ത് നിന്ന് നിന്നെ വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കുന്നവന്റെ ആ കരം ഇന്ന് രാത്രി അതെ കുറുകിപ്പോയിട്ടില്ലെന്ന് നിലവിളിക്കുന്ന നിനക്ക് വേണ്ടിയ കരം ചലിക്കുക തന്നെ ചെയ്യും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ സാന്നിധിയിൽ മാത്രമേ ഒരു സുരക്ഷിത സ്ഥാനം നിലനിൽക്കുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മറ്റൊരിടത്തും സമ്പൂർണ്ണ സുരക്ഷിതത്വമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നിങ്ങൾ വീണ്ടും ജനിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. നിങ്ങൾ ഒരിക്കലും നശിക്കുകയുമില്ല. ആമേൻ. ഈ മഹത്തായ ജീവിതത്തെക്കുറിച്ച് ആരോടെങ്കിലും പറയാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതുവഴി നിങ്ങൾക്ക് അവരെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയും. നിങ്ങൾ പണം കൊടുത്തത് കൊണ്ടായില്ല, നിങ്ങൾ വീട് വെച്ച് കൊടുത്തത് കൊണ്ടായില്ല, നിങ്ങൾ ആമേൻ കുഞ്ഞുങ്ങളെ കെട്ടിച്ചയക്കാൻ സഹായിച്ചത് കൊണ്ടായില്ല, നിങ്ങൾ മറ്റൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതൊക്കെ നല്ലതാ, കൊടുക്കുന്നതൊക്കെ നല്ലതാ. അതിനേക്കാൾ ഉപരി ഈ മഹത്തായ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ അവരോട് പറയുവാൻ തക്കവണ്ണം തയ്യാറാകണം. ഹല്ലേലൂയ. മറ്റുള്ളവർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനായി നിങ്ങളുടെ പുതിയ ജീവിതം അതേ മറ്റുള്ളവരുടെ മുമ്പാകെ അതേ വിളക്ക് പോലെ ശോഭിക്കുവാൻ, കത്തുവാൻ, അതേ നയിക്കുവാൻ തക്കവണ്ണം ധൈര്യപ്പെടുക. പ്രൈസ് ദി ലോർഡ്. മറുവശത്ത് നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദയവായി ഈ പ്രാർത്ഥന എന്നോടൊപ്പം ചൊല്ലുവാൻ തക്കവണ്ണം ഇടയാകുക. പ്രിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമേൻ അതേ ഒരു മകനായി മകളായി ഹല്ലേലൂയ ജീവിക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ ഞാൻ ഒരു പാപിയായി തന്നെ ആ തുടരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് രാത്രി അവിടുത്തെ മകനായി മാറുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. തന്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ആമേൻ അതേ കരുണ ലഭിക്കും. അല്ലാത്തവൻ എന്ത് ചെയ്യില്ല? ശുഭം വരികയില്ല. ഹല്ലേലൂയ. അതേ ഞാൻ അവിടുത്തെ നാമത്തിന് വിരുദ്ധമായി, അവിടുത്തെ വചനത്തിന് വിരുദ്ധമായി ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ദയവായി എൻ്റെ ജീവിതത്തിന്റെ കർത്താവും രക്ഷകനുമായി കടന്നു വരണമേ. ആമേൻ. ഹല്ലേലൂയ. എന്നെ അവിടുത്തെ മകനായി സ്വീകരിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് ഈ കർത്താവിന് വേണ്ടി അത് സുരക്ഷിതമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആർക്കും നിന്നെ വിട്ടുകൊടുക്കാതെ അതേ നിത്യതയുടെ തുറമുഖത്ത് നിന്നെ എത്തിക്കേണ്ടതിന് നിനക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവസാനത്തുള്ളി രക്തം വരെയും കാൽവറിയിൽ ഒഴുക്കി നിന്നെ ഒരു ദൈവവൈതലാക്കി മാറ്റി താൻ ഇരിക്കുന്നിടത്ത് നിന്നെയും കൊണ്ട് ഇരുത്താമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിന് വേണ്ടി ഇന്ന് രാത്രി എത്ര പേർ ഹൃദയം സമർപ്പിക്കും? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സമർപ്പിച്ച് അവനെ അനുഗമിച്ച തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആരും നിങ്ങളെ ആമേൻ പിടിച്ചു പറിക്കുകയില്ല. കാരണം ആമേൻ അതേ ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. ഹല്ലേലൂയ. ഞാൻ അവർക്ക് നിത്യജീവൻ നൽകുന്നു. അവ ഒരിക്കലും നശിക്കുകയില്ല. ആരും അവരെ എൻ്റെ കയ്യിൽ നിന്ന് പറിച്ചെടുക്കുകയുമില്ല. എനിക്ക് തന്നിട്ടുള്ള എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവനാണ്. എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. പുത്രൻ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവരോ ജീവനെ കാണുകയില്ല. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ അങ്ങനെ എത്ര പേര് തങ്ങളെ തന്നെ സമർപ്പിക്കും? ഹല്ലേലൂയ. നിങ്ങൾ എന്നോടൊപ്പം ആ പ്രാർത്ഥന ചൊല്ലിയെങ്കിൽ നിങ്ങൾ വീണ്ടും ജീവിക്കുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഒരു സത്യവേദ പുസ്തകം വാങ്ങി വായിക്കുവാൻ തയ്യാറാകുക. ആമേൻ. വിശുദ്ധ വേദപുസ്തകം ഉള്ളവർ ആമേൻ അത് വായിച്ച് അതിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ തയ്യാറാകുക. ആമേൻ. നിങ്ങളെ ഒരു നല്ല ആമേൻ അതേ നാട്ടിലേക്ക് എത്തിക്കുവാൻ, അതേ താൻ ഇരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുവാൻ, അത് എത്രയും വേഗം മടങ്ങി വരാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ അതേ വരവിന് മുന്നോടിയായി നിറവേറേണ്ട തിരുവചന സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. എന്നിലും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിലും ആമേൻ എന്നെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, എന്നെ നശിപ്പിക്കുവാനോ ഉപദ്രവിക്കുവാനോ ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ ഒരു ശക്തിക്കും എന്നെ വിട്ടുകൊടുക്കാതെ ഹല്ലേലൂയ ആ ശക്തി എന്നിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ പരിചയമായി വെളിപ്പെട്ട് എന്നെ സംരക്ഷിക്കുന്ന ദൂതന്മാരെ അയച്ച് എൻ്റെ കാല് കല്ല് തട്ടിപ്പോകാതെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഭാരങ്ങളും വേദനകളും നിരാശകളും ആകുലതകളും നിറഞ്ഞതായ ലോകത്ത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുടെ വലം കരുത്തി ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെങ്ങി വാഴ്ത്തുന്നു, ഞങ്ങളെങ്ങി സ്തുതിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനത്തെ ഇന്ന് രാത്രിയിലും ആമേൻ ഒരു പാപി മനം തിരിയേണ്ടതിന്, രോഗികൾ സൗഖ്യമാകേണ്ടതിന്, പിന്മാറ്റക്കാർ മടങ്ങി വരേണ്ടതിന്, ഈ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത സർവകൃപാലുവായ ദൈവമേ, ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചാട്ട്. രോഗികൾ സൗഖ്യമാകട്ടെ, പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, കുടുംബത്തിലെ ക്രമക്കേടുകൾ യേശുവിൻ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി കർത്താവേ, രോഗികളായി ദുഃഖിതരായി ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ ആകുലതയോടെ ആയിരിക്കുന്ന എല്ലാവരും യേശുവിലൂടെയുള്ള സമാധാനവും സന്തോഷവും സൗഖ്യവും പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകണം കർത്താവേ. സകല നാമത്തിനും മേലായ നാമം യേശുവിന്റെ നാമമാകിയാൽ ആ നാമത്തിന്റെ മുമ്പിൽ തലകളെ വടക്കിയിരിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം. പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി സുഖകരമായ നിദ്ര എല്ലാവർക്കും കൊടുക്കണമേ. ജോലി മേഖലയിലായിരിക്കുന്നവരെ കാത്തുകൊള്ളണമേ കർത്താവേ. ഇന്ന് രാത്രി സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് വ്യക്തികളെ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ആമേൻ അതെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ സംരക്ഷിക്കുവാൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന കർത്താവെ, അവിടുത്തെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന അങ്ങയുടെ മക്കളെ ഞെരുക്കുന്ന എല്ലാ അനുഭവത്തിൽ നിന്നും എല്ലാവരും വിടുവിക്കണമേ കർത്താവെ. ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണം, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം, സാമ്പത്തികമായി ഞെരുങ്ങുന്നവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിശാലത കൊടുക്കണം കർത്താവെ. രഹസ്യവും പരസ്യവുമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവം മറുപടി കൊടുക്കണം കർത്താവെ. എല്ലാ കണ്ണിൽ നിന്നും കണ്ണുനീരിന് തുടയ്ക്കണമേ യേശുവിന്റെ നാമത്തിൽ. പുറത്തു പറയുവാൻ കഴിയാതെ ഉള്ളറകളിൽ തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരുടെ വിഷയത്തിന്മേൽ നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ ഇടപെട്ട് അവർക്ക് സമാധാന സന്തോഷം കൊടുക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആമേൻ അതെ ഒരുമിച്ചായിരിക്കുവാൻ കഴിയാതെ വീടിച്ചിരിക്കത്തക്ക വിധത്തിൽ അവരുടെ കുടുംബത്തിനകത്ത് ക്രമക്കേടുകളെ കൊണ്ടുവന്ന് തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയാതെ അവരെ ഭിന്നിപ്പിച്ചിരുത്തിയിരിക്കുന്ന സകല ഇരുളിന്റെ വ്യാപാരങ്ങളും നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ നീങ്ങിപ്പോകുവാനിടയാകട്ടെ. അവർ ഒരുമനപ്പെട്ട് ഈ ഭൂമിയിൽ സന്തോഷിപ്പാനിടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അങ്ങനെയുള്ള കുടുംബത്തിൽ ചലിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. അവരുടെ ഇടയിലുള്ള എല്ലാ ക്രമക്കേടുകളും ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ആമേൻ. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട തലമുറകൾ കണ്ണീരും ദുഃഖത്തിലായിരിക്കുന്നവർക്ക് ആശ്വാസമായി എൻ്റെ കർത്താവേ ആമേൻ വഴികൾ വാതിലുകൾ തുറന്നവരെ മാനിക്കണം, ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളില്ലാത്തവർക്ക് തലമുറകളെ കൊടുക്കണമേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവെ എല്ലാ നിലകളിലും സന്തോഷിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ കർത്താവിന്റെ കരം അനുകൂലമായി ചലിക്കണം. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ.
ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. അതുപോലെ തന്നെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുന്നെങ്കിൽ അത് നിങ്ങളുടെ കൂടപ്പിറപ്പിന്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത്. കാരണം ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യയുടെ തുറമുഖത്തെത്തുമ്പോൾ ഇവിടെ നാം നേടിയതെന്തെന്ന് അവിടെ വെച്ച് നമുക്ക് ആമേൻ അറിയുവാനും ലഭിപ്പാനും തക്കവണ്ണം ഇടയായി തീരുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ മറക്കരുത്, സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ രാത്രി ആമേൻ വീണ്ടും സ്നേഹതീരം പ്രയർ ഫാമിലിയിൽ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. രാത്രി സ്വർഗം എല്ലാവർക്കും സുഖകരമായി നിദ്ര നൽകട്ടെ. വിശേഷ സ്നേഹതീരം പ്രയർ ഫാമിലിയിലെ ആമേൻ അതെ പങ്കാളിത്തം വഹിക്കുന്ന കർത്താവദാസൻ ബെന്നി കുടുംബം ആമേൻ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ 8ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആമേൻ. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുഭരാത്രി.